ഇപ്പൊ ഈ സംവിധാനത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും ഷെയ്ക്കാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാശ് പോകും എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ആകെ ഒരു പ്രശ്നമുള്ളൂ. പാം ബയോമെട്രിക് പേയ്മെന്റ് അല്ലെങ്കിൽ പേ ബൈ ഹാൻഡ് എന്നാണ് ഈ ടെക്നോളജി സാധാരണ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചൈനയിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് എങ്ങനെ പേയ്മെന്റ് ചെയ്യാം എന്നുള്ള ടെക്നോളജി കാണിച്ചിരുന്നത്. അപ്പൊ പലരും നമുക്ക് മെസ്സേജ് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കൈരേഖയിലുള്ള ലൈൻസും ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആയിരിക്കും. ഈ കൈരേഖയിലുള്ള ലൈൻസ് നമ്മൾ ഒരു സ്കാനർ വെച്ച് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ അന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ QR കോഡ് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്കുമായിട്ടോ ക്രെഡിറ്റ് കാർഡുമായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റുമായിട്ടോ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ സ്കാനറിലേക്ക് നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മൾ അന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റിൽ നിന്നും പേയ്മെന്റ് കട്ടാവുകയാണ് ചെയ്യുന്നത്. പാം ബയോമെട്രിക് പേയ്മെന്റ് അല്ലെങ്കിൽ പേ ബൈ ഹാൻഡ് എന്നാണ് ഈ ടെക്നോളജി സാധാരണ പറയുന്ന പേര്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കോൺടാക്ട്ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സംഗതിയാണ്. പാൻഡമിക്കും കാര്യങ്ങളൊക്കെ വരുന്ന സിറ്റുവേഷനിലൊക്കെ കൂടുതൽ ഹൈജീൻ ആയിട്ട് നമുക്ക് ടച്ച് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള അതിന്റെ പ്രത്യേകത. കൂടാതെ നമ്മുടെ ഓരോരുത്തരെയും കൈരേഖകൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഈ വെയിന്റെ പാറ്റേൺ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് മെത്തേഡ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ ആമസോൺ പോലുള്ള കമ്പനികളൊക്കെ ഓൾറെഡി യുഎസിലൊക്കെ ഓൾറെഡി ഇംപ്ലിമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൈനയിൽ ഇപ്പൊ ആദ്യം വിചാറ്റിലാണ് ഇത് വന്നത്. ഇപ്പൊ കഴിഞ്ഞ മാസം മുതൽ അലിപേയിൽ ഇപ്പൊ ഓൾറെഡി അതിന്റെ പേയ്മെന്റ് സംവിധാനം ആയിട്ടുണ്ട്. വരുന്ന ഫ്യൂച്ചറിൽ നമ്മുടെ ഇന്ത്യയിലും അത് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.